ഹായ് ഫ്രണ്ട്സ്, ചിലർ ഇടയ്ക്കിടയ്ക്ക് സ്നേഹം തന്നിട്ട് പോകാറുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളെ പണ്ട് സ്നേഹിച്ച അതേ അളവിൽ ഇപ്പോഴും സ്നേഹിക്കുന്നില്ലേ? ഇതിനെയാണ് ബ്രെഡ് ക്രംബിംഗ് എന്ന് പറയുന്നത്. ഇത് ടോക്സിക് ക്യാരക്ടറാണ്. ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ. ആദ്യം നിങ്ങളോട് ഒത്തിരി ഇഷ്ടം കാണിച്ച ഒരു വ്യക്തി പിന്നീട് വലിയ താല്പര്യം കാണിക്കാതെ ഇരിക്കും. എന്നാൽ ഈ വ്യക്തി പൂർണ്ണമായി നിങ്ങളെ ഉപേക്ഷിച്ച് പോകാൻ തയ്യാറുമല്ല. എന്നാൽ നിങ്ങളെ അവോയ്ഡ് ചെയ്തേക്കാം. ഇടയ്ക്കിടയ്ക്ക് കോളുകളിലൂടെയോ മെസ്സേജുകളിലൂടെയോ എന്നാൽ നിങ്ങളോട് ഇഷ്ടം കാണിക്കുകയും ചെയ്യും. ഇത് തന്നെയാണ് ബ്രെഡ് ക്രംബിംഗ്. ഒരു വ്യക്തി നിങ്ങളോടിത് കാണിക്കുന്നത് വഴി നിങ്ങൾക്ക് ദേഷ്യം, സ്വയം സംശയം, ദുഃഖം, ഏകാന്തത, ഉത്കണ്ഠ, പ്രതീക്ഷ, നാണക്കേട് എന്നിവ തോന്നിയേക്കാം. ഇത്തരത്തിലുള്ള ആളുകൾ ഒരിക്കലും റിലേഷൻഷിപ്പിൽ കമ്മിറ്റഡ് ആയിരിക്കില്ല. സോഷ്യൽ മീഡിയ ഇവരുടെ പറുദീസയാണ്. ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പ് വളരെ വേദനാജനകമാണ്. ഇനി ഇതെങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് നോക്കാം. ആദ്യം തന്നെ ഇത്തരത്തിലുള്ള പെരുമാറ്റം തിരിച്ചറിയണം. അടുത്തത് ഏത് തരം റിലേഷൻഷിപ്പ് ആണെങ്കിലും, അത് സൗഹൃദമാണെങ്കിലും പ്രണയമാണെങ്കിലും കുടുംബപരമാണെങ്കിലും പ്രൊഫഷണൽ ആണെങ്കിലും നിങ്ങൾക്ക് വിഷമമുള്ളതാണെങ്കിൽ അത് അവസാനിപ്പിക്കാം. ഇനി എന്തുകൊണ്ട് ചിലർ ഇങ്ങനെ ടോക്സിക് പെരുമാറ്റത്തിലേക്ക് മാറുന്നു എന്ന് നോക്കാം. ആദ്യത്തെ കാര്യം നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിയാണ്. ഇത്തരത്തിലുള്ള പേഴ്സണാലിറ്റി ഉള്ളവർ മനഃപൂർവ്വം ശ്രദ്ധ നേടാൻ വേണ്ടി നിങ്ങളെ നിയന്ത്രിച്ചേക്കാം. ഇത് മനഃപൂർവ്വമാണെന്ന് ഓർക്കുക. രണ്ടാമത് കോൺഫിഡൻസ് കുറവുള്ള ആളുകൾ. സ്വയം വിലയില്ലാത്ത ആളുകൾ മറ്റുള്ളവരുടെ വില പിടിച്ചു പറ്റാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നു. ഒരു ബ്രെഡ് ക്രംബ് ആകുന്നത് അത്ര രസമുള്ള കാര്യമല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് നഷ്ടപ്പെടും. നിങ്ങൾ മറ്റുള്ളവരോട് ആത്മാർത്ഥതയുള്ളവരാണെങ്കിൽ അവരും തിരിച്ച് നിങ്ങളോട് അതുപോലെ തന്നെ പെരുമാറുമ്പോഴാണ് റിലേഷൻഷിപ്പ് സക്സസ്ഫുള്ളായി മുന്നോട്ട് പോകുന്നത്. സോ ഫ്രണ്ട്സ്, ഒരിക്കലും ഇത്തരത്തിലുള്ള ടോക്സിക് റിലേഷൻഷിപ്പിൽ പെട്ടുപോകാതിരിക്കുക. ബൈ.